എല്ലാവർക്കും നമസ്കാരം. വരാൻ അല്പം വൈകി, മനഃപൂർവ്വമല്ല, അറിഞ്ഞോണ്ടാ. വരാൻ വൈകിയതിൽ വിഷമൊന്നും വിചാരിക്കാണ്ടിരിക്കണ്ട, ക്ഷമിക്കണം. ഇവിടെ അടുത്ത് ഷൂട്ടിംഗ് നടക്കാണ്. ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞ പടത്തിന്റെ വർക്ക് നടക്കാണ്. ജയറാമേട്ടനാണ് ദൈവത്തിന്റെ മകൻ. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് സ്ഥലത്തുനിന്ന് ഇവിടുന്ന് ഫെറി ഒക്കെ അങ്ങോട്ട് കയറി വന്നപ്പോ ഒരുവിധം പരിവായി. അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല എന്റെ അടുത്ത് പറഞ്ഞ് നാദൃശയുടെ വീടിന്റെ അതിൽ വരാനാ പറഞ്ഞിരുന്നത്. എനിക്ക് എപ്പോഴും ഈ കുറുക്ക് വഴിക്ക് വന്നിട്ടുള്ള പരിചയമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലെ ചാടി ഇങ്ങോട്ട് വന്നത്. പഴയ ജോലി അന്ന് ചേട്ടൻ കൂടി ഉണ്ടായെന്ന് തോന്നുന്നു. ഇപ്പോഴും അത് അവസാനിപ്പിച്ചിട്ടില്ലല്ലോ അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ഭയല് പല്ലൊക്കെ പോയി, എന്നാലും ചേട്ടൻ നിർത്തിയിട്ടില്ല. സോപ്പിടണ്ട വല്ല കാര്യം. നിന്നെ സോപ്പിട്ടാലും നീ വെളുക്കില്ല. കാരണം നിന്റെ കളർ അതാ, ഗ്യാരണ്ടി കളറാ. നമ്മുടെ കളർ നോക്കും മോനെ, ഇതൊക്കെ ഗ്യാരണ്ടിയാ. മനസ്സിലായ? കറുപ്പൻ 7 അഴകാന്ന് പറഞ്ഞാണ്. ഈ കഴിഞ്ഞ ആഴ്ച കൂടിന്ന് കേൾക്കണം, 9 കണ്ടായിന്ന് പറഞ്ഞ കേൾക്കണ്. മിണ്ടാത്തായാലും ഭേദമല്ലടാ കൊഞ്ഞപ്പ്. നിനക്ക് ഏതായാലും മിണ്ടാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയല്ലേ ഞാൻ മര്യാദയ്ക്ക് ഇരുന്നാൽ നല്ലത്. എന്റെ വായിന്ന് അല്ലെങ്കിൽ വല്ലതും കേൾക്കും. അല്ലെങ്കിൽ ഞാൻ എന്റെ വഴിക്ക് ഇറങ്ങിപ്പോവും. എനിക്കിവിടെ വന്നിട്ട് 10 ദിവസം ഉപകാരണ്ടായിട്ടല്ല. അപ്പൊ നല്ല രീതിയിൽ ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കാം, എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാം. അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ, ഇത്തിരി അടുത്തൊന്നും അല്ലെങ്കിൽ കിട്ടില്ല. ക്യാമറ അങ്ങനെ പിടിച്ചിരിക്കുന്ന വെള്ളം മലക്കടിച്ച് അച്ഛൻ്റെ മടിയിലേക്ക് വീഴരുത്. ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട് പുള്ളി ഇങ്ങനെ കിടന്നിട്ടൊക്കെ. ഇതെങ്ങനെ എടുത്തിട്ട് പിറ്റേ ദിവസം കാസറ്റായിട്ട് അങ്ങനെ പുറത്ത് വന്ന ചേണ്ട വെളിച്ചെണ്ണ വേറെ പിണ്ണാക്ക് വേറെ ഒഴിക്ക് പോകും. എവിടെങ്കിലും പോയി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് കാസറ്റാവും. ചേട്ടാ എന്താ ചെയ്യാ? ഒരു രക്ഷയില്ല. മിണ്ടിയ പൊറോട്ടയാ. എന്തെങ്കിലും പോയി പറഞ്ഞു. ഞാനും നാദൃശമായിട്ട് എവിടെങ്കിലും പരിപാടിക്ക് പോയി അത് എങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് കാസറ്റാക്കി അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വിറ്റ് കാശ് മേടിക്കുക. അതുകൊണ്ട് പേടിയ മിണ്ടാൻ മണി മിണ്ടരുത്, ചുപ്രകോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാസറ്റാണ് തബല സോളോ. എല്ലാവരും ഈ കാസറ്റ് വാങ്ങണം. അതിനൊപ്പം എന്റെ ഒരു കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്, അതും വാങ്ങണം. അതിന്റെ കൂട്ടത്തിൽ നാദൃശയുടെ ഒരു കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്, അതും വാങ്ങണം. നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ട്രൗസർ കീറും. നിങ്ങളിൽ ഓരോരുത്തരും ഓരോ കാസറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കരി മേടിച്ചു പോണത്. ഇല്ല എന്ന് പറയില്ല, തീർച്ചയായും നിങ്ങളുടെ ഒരേ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നൊരു നടനായതും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛൻ പറഞ്ഞു, മോനെ നിനക്ക് വിദ്യാഭ്യാസം ഓവർഫ്ലോ ചെയ്തു പോകുന്നു, അതുകൊണ്ട് മോൻ പഠിപ്പ് നിർത്തിക്കോ. എനിക്ക് ഏകദേശം വിദ്യാഭ്യാസം അതോടുകൂടി ആയി. പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് പ്രീ ഡിഗ്രി ബികോം എംകോം പഠിക്കുന്നത്. എനിക്ക് നല്ല വിവരമായി. അപ്പൊ ഞാൻ നിർത്തി. അതൊക്കെ കഴിഞ്ഞ് ഓട്ടോറിക്ഷ ഓടിക്കലും മതിയാക്കി നേരെ കലാഭവനിൽ വന്ന് ചേർന്നു. അങ്ങനെ എന്റെ കാസറ്റുകൾ കേട്ട് പ്രോത്സാഹനം തന്ന് നിങ്ങളാണ്. അതിനുള്ള നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ? പകലും പണി കെട്ടിട്ട് കല്ലും കൂട്ടിട്ട് എന്റെ മോളെ കട്ടത്തില കല്ല വേല ഇതാ, 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 എന്റെ മോളെ കട്ടത്തില കല്ല വേല ഇതാ. താങ്ക് യു. നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എനിക്ക് നാളെ ഷൂട്ട്. ഇപ്പൊ എന്നെ കീറി ഒരു എന്തേ പറഞ്ഞ യേശുദാസ് പോലും പാടില്ല ഇത്ര നേരം 6-7 പാട്ടൊക്കെ. ഓട്ടോറിക്ഷ വിളിച്ചാ പാടിയത്. അണ്ടം കീറാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതാണ്. ഇനി ടങ്കീസിട്ട് തുന്നിയാ പോലും നിൽക്കില്ല. അമ്മാരിയായി പോയി വയ്യ. അതുകൊണ്ട് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കണ്ണങ്ങനെ പിടിച്ച് കാണണോ? നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം എന്താ അറിയോ? ഒത്തിരി ദൂരെയല്ലേ ഇരിക്കണേ, അതുകൊണ്ടാ. നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റില്ല. വളരെ ദൂരല്ലേ. ചേട്ടൻ കഴിഞ്ഞു പോയി എടുക്കണായിരുന്നു. അപ്പൊ ആ ഒരു ആഗ്രഹമല്ലേടാ. അപ്പൊ എല്ലാരും കാണാൻ കഴിഞ്ഞ മഹാമനസ്സുള്ള ഒരു വലിയ മനുഷ്യനാണ് മണിയെന്ന് എനിക്കൊരിക്കലും കരുതാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് എനിക്കത് തൊട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞത്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ മണിയും ചേർന്നുള്ള ആ ചിത്രം ഈ കൂടിയിരിക്കുന്ന എല്ലാവരും പോയി കാണണം. ഒരു പക്ഷത്തെ ഈ വരുന്ന വർഷത്തെ
ഭരത് അവാർഡ് നേടി ഈ നടൻ നമ്മുടെ കേരളക്കരയുടെ അഭിമാനമായി മാറുമെന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത് സത്യമായി ഫലിക്കും എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. താങ്ക് യു മണി. നന്ദി മണി. സന്തോഷമുണ്ട്. എനിക്കും വയറു നിറഞ്ഞു. പ്രേക്ഷകർക്ക് അറിയാം ആരെന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു. സത്യം പറഞ്ഞ ഞാൻ എല്ലാ പടത്തിലും ഒരു കോമഡി വേഷമാണ് ചെയ്തത്. എനിക്ക് ഈ പടം ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു, എന്താവും എങ്ങനെയാവും ഒന്നും അറിയാൻ പറ്റില്ല. ഇനിയിപ്പോ 17-ാം തീയതി ഒരു കേസ് ഉണ്ട് കോടതിയിൽ, അതിന് പോകണം. ഈ കഥ വേറെ ആളിലെന്ന് പറഞ്ഞ് വേറെ ആരെ കൊണ്ട് കേസ് കൊടുത്താണ്. നല്ലതിന് ആൾക്കാർ ഇഷ്ടമല്ല, ചീറ്റയാണെങ്കിൽ എനിക്കറിയും കൂടില്ല കേട്ടോ സാധനം എന്ന് പറയും. എന്ത് ചെയ്യാൻ നോക്കി ഇങ്ങനെ ഒരേ പുല്ലും ആളുകൾ പിടിച്ചോണ്ടിരിക്കും. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അനിയന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വർഷത്തെ എന്തെങ്കിലും നിങ്ങളുടെ കൊച്ചനുജന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, അത് മതി. ഇനി ഞാൻ അധികം സംസാരിക്കുന്നില്ല. എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ ഒന്നും കഴിച്ചില്ല. വിശന്നിട്ടാണെങ്കിൽ തീരെ വയ്യ. യെസ്, ഇതിന്റെ ഫോട്ടോ എടുക്കണം അല്ലേ? ആ, കാസറ്റിന്റെ പിടിച്ചിട്ടല്ലേ? യെസ്, നമുക്കൊരു സൗണ്ട് കേൾപ്പിച്ചു തരാം. ഓക്കെ, നമുക്കൊരു സൗണ്ട് കേൾക്കണോ? ഈ നായിന്റെ മക്കളതിന്റെ മുമ്പിൽ നിന്ന് മാറിയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്താ ചെയ്യാൻ നോക്ക്. എപ്പോ നോക്കിയാലും ഫോട്ടോ തന്നെ. ചിരിഞ്ഞു പറഞ്ഞ് വീഴുന്നില്ല. സോറി കേട്ടോ, തമാശക്ക് പറഞ്ഞാണ്. നല്ല കഥയായി. ബാലകൃഷ്ണ ചിരിത്തോളി. താങ്ക് യു വെരി മച്ച്. മണിക്ക് കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല. മണി പറഞ്ഞ മാതിരി കാശിന് ഉപകാരം ഉണ്ടായിട്ട് വന്നതല്ല. വെറുതെ തിന്നാലും പിണ്ണാക്കിയെന്നവരാണ് ഗുണമാവ് വരുന്ന അറിയരുത്. സ്നേഹമുള്ള ഒരു മുത്തം ഞാൻ കയ്യിൽ കൊടുക്കുകയാണ്. നമ്മളെല്ലാവരും ഒന്ന് കൈയടിച്ച് ഹർഷാരവം മുഴക്കാം.